ഒറ്റപ്പാലം റോട്ടറി ക്ലബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് ജൂലൈ 1 നടക്കും. വൈകുന്നേരം 7 മണിക്ക് മണിശ്ശേരി CRR ഹാളിലാണ് ചടങ്ങ് സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നമ്മൾ വരുന്ന ഇയർ റോട്ടറി 26-27 പുതിയ ധാരാവാഹികളെ ഓൾറെഡി തിരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റലേഷൻ ചടങ്ങാണ് 1 തീയതി, 1 ജൂലൈ 2026. അപ്പോൾ ഞാനാണ് പ്രസിഡന്റ് കെ സതീഷ്, എൻ്റെ ക്ലബ് സെക്രട്ടറി വീനസ് മേനോൻ, വൈസ് പ്രസിഡന്റ് MGK മേനോൻ, പിന്നെ പബ്ലിക് ഇമേജ് ചെയർ മധുസൂദൻ, പിന്നെ TRF ചെയർ റോട്ടേറിയൻ CP ബൈജു. നമ്മുടെ ചീഫ് ഗസ്റ്റ് ആയിട്ട് DGN ഡിസ്ട്രിക്ട് ഗവർണർ നോമിനി MD S സുബ്രഹ്മണ്യമാണ്. അപ്പോൾ ഈ നെക്സ്റ്റ് ഇൻകമ്മിങ് ഡിസ്ട്രിക്ട് ഗവർണർ കൂടിയാണ്. ഇക്കൊല്ലത്തെ ഡിസ്ട്രിക്ട് ഗവർണർ വരാൻ പോണ ഡിസ്ട്രിക്ട് ഗവർണറാണ് നമ്മുടെ മാരുതി. നമ്മുടെ ഡിസ്ട്രിക്ട് തീം പറയുന്നത് യുണൈറ്റ് ആണ്. യുണൈറ്റ്, വൺ ഡിസ്ട്രിക്ട് വൺ എർത്ത്. പിന്നെ ഇൻ്റർനാഷണൽ തീം പറയുന്നത് ക്രിയേറ്റ് ലാസ്റ്റിംഗ് ഇമ്പാക്റ്റ്. അപ്പോൾ രണ്ടും കൂട്ടി യോജിച്ച് കഴിഞ്ഞാൽ യുണൈറ്റ് ടുഗദർ ടു ക്രിയേറ്റ് എ ലാസ്റ്റിംഗ് ഇമ്പാക്റ്റ് ആണ് നമ്മുടെ ഈ കൊല്ലത്തെ തീം. റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ ഇലക്ട്രോട്ടേറിയൻ MTS സുബ്രഹ്മണ്യൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും. വിവിധ സാമൂഹിക സേവന പദ്ധതികൾ, വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിലെ ഇടപെടലുകൾ, യുവജന സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് മുൻഗണന നൽകുന്ന പ്രവർത്തന പദ്ധതികളാണ് പുതിയ ഭരണസമിതി അവതരിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പുതിയ ഭാരവാഹികളായി KK സതീഷ് നായരെ പ്രസിഡന്റായും, MGK മേനോനെ വൈസ് പ്രസിഡന്റായും, രശ്മി ബൈജുവിനെ ജോയിന്റ് സെക്രട്ടറിയായും, സുനിൽ ശിവശങ്കറിനെ ട്രഷററുമായാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഭാരവാഹികളായ K സതീഷ് നായർ, വീനസ് മേനോൻ, R മധുസൂദനൻ, CP ബൈജു, MGK മേനോൻ തുടങ്ങിയവർ ഒറ്റപ്പാലം പ്രസ് ക്ലബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മേജർ ഫോക്കസ് ഏരിയ പറയണത് കുറച്ച് ഫോക്കസ് ഏരിയാസ് ഉണ്ട്. മെയിൻലി ആയിട്ട് കമ്മ്യൂണിറ്റി ഹെൽത്ത് ചെക്കപ്പ് ആൻഡ് ക്യാമ്പ്സ്, മെഡിക്കൽ ആൻഡ് ഡെൻറ്റൽ ക്യാമ്പ്സ്, പിന്നെ ഡ്രഗ് അഡിക്ഷൻ അവയർനെസ് പ്രോഗ്രാം, പിന്നെ ഡ്രഗ് ഡിറ്റോക്സ് ഇനീഷ്യേറ്റീവ് പറഞ്ഞാൽ ഈ കുട്ടികളുടെ മൊബൈൽ യൂസേജ് ഒക്കെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവയർനെസ് പ്രോഗ്രാം, പിന്നെ എൻവയോൺമെൻറ്റൽ ബേസിസിലായിട്ടുള്ള ട്രീ പ്ലാന്റേഷൻ ഇൻ സ്കൂൾസ് ആൻഡ് കോളേജസ്, പിന്നെ അത് വാല്യൂ ആഡഡ് ട്രീസ് ആയിരിക്കണം, പിന്നെ ഫ്രൂട്ട് ട്രീസ് ആയിരിക്കണം, പിന്നെ ഹെർബൽ ട്രീസ് ആയിരിക്കണം. അണ്ടർ ഗ്രീൻ ഇനീഷ്യേറ്റീവ് പ്രൊജക്റ്റാണ്. പിന്നെ സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ്, റെസ്പോൺസിബിൾ ഡിസ്പോസൽ ഓഫ് വേസ്റ്റ്, പിന്നെ സപ്പോർട്ടിംഗ് സ്കൂൾസ് ഇൻ സാനിറ്റേഷൻ, എൻവയോൺമെൻറ്റ് അവയർനെസ്, പിന്നെ ഇൻസ്റ്റലേഷൻ ഓഫ് eco-friendly incinerators for female students, promotion of biodegradable sanitary napkins,